സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതി നടത്താൻ നീക്കമെന്ന് രമേശ് ചെന്നിത്തല. ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. ചോദിക്കട്ടെ, കേരളത്തിലെ 4000-ലധികം വരുന്ന സഹകരണ സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ വേണ്ടി കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഈ രണ്ട് സംഘത്തെയാണോ ഏൽപ്പിക്കേണ്ടത്? ഇതിനകത്ത് ആഗോളതലത്തിൽ പരിചയമുള്ള ആർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ടെൻഡർ വിളിക്കണ്ടേ? അങ്ങനെ വിളിക്കാതെ ഇവർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് മാറ്റിയതിനെ പറ്റിയാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളത് അങ്ങനെ കാണരുത്. അതിപ്പോ ഞാൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘത്തെ വേണമെങ്കിൽ അവർ ചേർക്കത്തില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, TCSന് ഇത് ഉറപ്പിച്ച ശേഷം അത് ക്യാൻസൽ ചെയ്ത്, കാരണങ്ങൾ പറയാതെ അത് ക്യാൻസൽ ചെയ്ത് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന CPMന് നിയന്ത്രണമുള്ള 2 സഹകരണ സംഘങ്ങൾക്ക് ഇത് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. കൊടുത്തില്ല, കൊടുക്കാൻ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് അനുവാദം വാങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞാൻ കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത്.